നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോൾ ടീം ഇപ്പോൾ അത്ര മികച്ചൊരു ഘട്ടത്തിലൂടെയല്ലല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പ്രതിഭകളുടെ അക്ഷയഖനിയാണ് ബ്രസീൽ എന്നെല്ലാവർക്കും അറിയാം. അവർ തിരികെ വരും, പഴയ പ്രതാപത്തിലേക്ക് നടന്നു കയറും എന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിപ്പാണ്. കോപ്പ അമേരിക്കയിലും അതിനു മുമ്പ് നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയറിലുമൊക്കെ അത്ര മികച്ച പെർഫോമൻസ് അല്ല. വേൾഡ് കപ്പ് ക്വാളിഫയർ വീണ്ടും ഇത് ആരംഭിക്കാൻ പോകുന്നു. സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ കളിക്കാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും ഉള്ള താരങ്ങളെ വെച്ച് ഡൊറിവാൾ ജൂനിയർ മികവിലേക്ക് തിരികെ എത്താനുള്ള ആദ്യ പടികൾ നടന്ന് കയറും, ചവിട്ടിക്കയറും എന്ന പ്രതീക്ഷയിലിരിക്കുകയാണ് ആരാധകർ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ സമീപകാലത്ത് ബ്രസീലിന് വേണ്ടി കളിക്കാത്ത ചില ബ്രസീലിയൻസിനെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇവരിൽ ആരുടെ പോക്കാണ് ബ്രസീലിന് കൂടുതൽ നഷ്ടമായി മാറിയത് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നോക്കുക, ഡെക്കോ ബ്രസീലിയൻ ടീമിൽ കളിച്ചിട്ടില്ല. ബ്രസീലുകാരനാണ്, ബ്രസീലിൽ ജനിച്ചു വളർന്നയാളാണ്. പക്ഷേ അദ്ദേഹം ഒടുവിൽ കളിച്ചത് പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ്. ഡെക്കോ പോർച്ചുഗലിന് വേണ്ടി 75 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് 2003 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ കളിച്ചത്. നമുക്കറിയാം 2002 ശേഷം ബ്രസീൽ ഒരിക്കൽ പോലും വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടില്ല. പ്രതിഭകൾ ഒരുപാടുണ്ടാകുമ്പോഴും ലോക നിലവാരത്തിൽ പലരും ആദ്യത്തെ ആ ഒരു പ്രോമിസിനനുസരിച്ച് പെർഫോം ചെയ്യാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഡെക്കോയെ പോലുള്ള ഒരാൾ ബ്രസീലിന് വേണ്ടി കളിക്കാതെ, കൊറിന്ത്യൻസിലൂടെ വളർന്നു വന്ന കളിക്കാരനാണ്, അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ തീരുമാനിക്കുന്നത്. അത് പക്ഷേ 2003-2010 കാലഘട്ടത്തിലാണ്. ഡെക്കോയുടെ ആ ഒരു കളം മാറ്റത്തിൽ ബ്രസീലുകാർക്ക് വലിയ നിരാശയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം മികച്ച താരമാണ്, സംശയമില്ല. എന്നാൽ ആ കാലഘട്ടത്തിലെ ബ്രസീൽ ടീം അത്രയും ശക്തമായിരുന്നു, അത്രയും മികവുറ്റ താരങ്ങളുണ്ടായിരുന്നു. 2006 വേൾഡ് കപ്പ് സ്ക്വാഡൊക്കെ നോക്കിയാൽ മതി. ഈവൻ അലക്സ് ഡി സൗസക്ക് പോലും അന്ന് ബ്രസീൽ ടീമിൽ ഇടം കിട്ടിയില്ല എന്ന് നോക്കണം. അപ്പോൾ ഡെക്കോയെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ വലിയൊരു നിരാശയൊന്നും ബ്രസീലുകാർക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് പെപ്പയാണ്. പെപ്പെ പോർച്ചുഗലിന് വേണ്ടിയിട്ട് 141 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പെപ്പെ ഒരു മോൺസ്റ്ററാണ്, ഒരു സംശയവും വേണ്ട. പെപ്പെ എങ്ങനെയാണ് പോർച്ചുഗലിനെ തിരഞ്ഞെടുത്തത് എന്ന കഥയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പോർച്ചുഗലിലേക്ക് ലാൻഡ് ചെയ്ത ഘട്ടം, അവിടെ അദ്ദേഹത്തിന് പണം കയ്യിലില്ലാത്തത്, എയർപോർട്ടിൽ ഉള്ള ഒരു കഫേയിലെ സ്റ്റാഫ് അദ്ദേഹത്തെ സഹായിച്ചത്, അങ്ങനെ ആ സഹായം കിട്ടി. അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്, ഇതാണ് എൻ്റെ രാജ്യം, ഇവർക്ക് വേണ്ടി ഞാൻ കളിക്കുമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ പോർച്ചുഗലിനായിട്ട് കളിച്ച് 141 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് ചരിത്രം കുറിച്ച സെൻറ്റർ ബാക്ക് പെപ്പയെ ബ്രസീലിന് ലഭിച്ചിരുന്നെങ്കിലോ എന്ന ചോദ്യമുണ്ട്. എന്നാൽ പെപ്പയുടെ നഷ്ടം ബ്രസീലിന് സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ് എന്ന് പറയുമ്പോഴും അത്ര വലിയ പ്രശ്നം ബ്രസീലിൻ്റെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നീണ്ടകാലം തിയാഗോ സിൽവയുടെ സാന്നിധ്യം അത് അവരെ ആ ഒരു ഏരിയയിൽ അങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ മാർക്കിഞ്ഞോസും, അങ്ങനെ സെൻറ്റർ ബാക്കുമാരുടെ പൊസിഷനിൽ ബ്രസീലിന് അത്ര വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് പെപ്പയുടെ നഷ്ടം വലിയൊരു നഷ്ടമായിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നില്ല. ബ്രസീലിയൻ ആരാധകർക്ക് എന്താണ് തോന്നുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തിയാഗോ അൽക്കാൻട്ര ഒരു പക്ഷേ സമീപകാലത്ത് ബ്രസീലിന് വേണ്ടി കളിക്കാത്ത ബ്രസീലുകാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും അധികം ബ്രസീലിന് നഷ്ടം എന്ന് പറയാവുന്നയാൾ തിയാഗോ അൽക്കാൻട്രയാണ്. തിയാഗോ അൽക്കാൻട്ര സ്പെയിനിന് വേണ്ടി 46 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റാഫീജ ബ്രസീലിന് വേണ്ടിയിട്ടാണ് കളിച്ചത് എന്ന കാര്യം കൂടി നോക്കുക. അദ്ദേഹം മസീഞ്ഞോയുടെ പുത്രനാണ്. അതെ, 1994 വേൾഡ് കപ്പ് നേടിയ ബ്രസീലിയൻ ദേശീയ ടീമിൽ അംഗമായ മസീഞ്ഞോയുടെ പുത്രനാണ് തിയാഗോ അൽക്കാൻട്ര. യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ തിയാഗോ അൽക്കാൻട്ര കളിച്ചിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം സ്പെയിനിന് വേണ്ടി കളിച്ച ഒരു കാലഘട്ടം നമ്മളൊന്ന് എടുത്തു നോക്കുക. 2011 മുതൽ 2021 വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ബ്രസീൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലുള്ള ഒരു മധ്യനിര താരത്തെ മിസ് ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം ഞാൻ പറയുക, ഈ ലിസ്റ്റിൽ ഏറ്റവും അധികം
ബ്രസീലിന് നഷ്ടം എന്ന് പറയാവുന്ന കളിക്കാരൻ തിയാഗോ അൽക്കാണ്ടറ തന്നെയാണ്. പിന്നെ ജോർഗീഞ്ഞോ ഇറ്റലിക്ക് വേണ്ടിയിട്ടാണ് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അദ്ദേഹവും ബ്രസീലിൽ ജനിച്ചയാളാണ്. പക്ഷേ 15-ാം വയസ്സിൽ അദ്ദേഹം ഇറ്റലിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പാറ്റേണൽ ഡിസെൻ്റൊക്കെ ഇറ്റലിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു. അവർക്ക് വേണ്ടി കളി തുടങ്ങി. 2016 മുതൽ അവർക്ക് വേണ്ടി കളിക്കുന്നു. 57 മത്സരങ്ങൾ അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനിലും ബ്രസീലിന് മോശമല്ലാത്ത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എന്നുള്ളതുകൊണ്ട് അതും ഒരു വലിയ നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് പേരുടെ പേര് വേണമെങ്കിൽ പറയാം. എമേഴ്സൺ പാൽമിയറി, അദ്ദേഹവും ഇറ്റലിക്ക് വേണ്ടി കളിക്കാനാണ് തീരുമാനിച്ചത്. ഡിയേഗോ കോസ്റ്റ ബ്രസീലിന് വേണ്ടി ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം സ്പെയിനിലേക്ക് ചേക്കേറി. അതൊന്നും പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റ നിരയിൽ ആ ഘട്ടത്തിലൊക്കെ കളിക്കാരുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് വലിയൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ തിയാഗോ അൽക്കാണ്ടറയുടെ പോക്ക്, അദ്ദേഹം സ്പെയിൻ തിരഞ്ഞെടുത്തത് ബ്രസീലിനൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.